ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസം രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് വളരെ ഫ്ലാറ്റായ രീതിയിലാണ് ക്ലോസ് നടത്തിയത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബലി അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 റിസൾട്ടുകൾ ഓൺഗോയിങ് ആണ്. വിപ്രോ ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. അത് ഇന്ന് റിയാക്ട് ചെയ്യും. ഇന്ന് എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്ന റിലയൻസിൻ്റെ റിസൾട്ട് ഉണ്ട്. കൂടാതെ തന്നെ നമ്മളുടെ ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് ഉണ്ട്. നാളെ HDFC ICICI ഉൾപ്പെടെയുള്ള വമ്പൻ ബാങ്കുകളുടെ റിസൾട്ടും ഉണ്ട്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ക്ലോസായ നാസ്ഡാക്കും ഡോയും നെഗറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് 2000 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊറിയൻ മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞിരുന്നു 6%, ഇന്നിപ്പോൾ ഫ്ലാറ്റാണ്. കൂടാതെ ഓസ്ട്രേലിയ മാർക്കറ്റ് ഇടിവിൽ തന്നെയാണ് ഉള്ളത്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഇടിവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബ്രന്റ് ഓയിൽ 85 എന്ന നിലയിലും, ബിറ്റ്കോയിൻ 63,000, സിൽവർ 55, ഗോൾഡ് 4,000 താഴെ പോയി 3,990 എന്ന നിലയിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 4% റാലി ഉണ്ടായിരുന്നു. വിപ്രോ ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം അവസാനം. അതിനു മുമ്പ് സ്റ്റോക്കുകളിൽ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിനു മുമ്പ് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മളുടെ അപ്പ് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട്, എസ്പെഷ്യലി ഓപ്ഷനിൽ തന്നെ ഫാർ OTയും അവൈലബിൾ ആണ്. അപ്പോൾ അപ്പ് സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പാണ് ബാക്കപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് കമൻറ്റിൽ അപ്പ് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്. കുറഞ്ഞ ചിലവിൽ നമുക്ക് എല്ലാം ട്രേഡ് ചെയ്യാനായിട്ട് അപ്പ് സ്റ്റോക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകൾ ആദ്യം സിയറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 96% ഇയർ ഓൺ ഇയർ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. അതായത് 112 നിന്ന് 4 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ജിയോ ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് അവർ 156% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി 830 കോടി രൂപ കരസ്ഥമാക്കി. ഹെക്സാവെയർ കമ്പനി ഇവർ ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ബോറോസിൽ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് നെറ്റ് പ്രോഫിറ്റ് 86 കോടി രൂപയാണ്. കഴിഞ്ഞ തവണ 166 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. HCL ടെക് അവർ ഗാർഡിയൻ ലൈഫ് ഇൻഷുറൻസ് ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. US കമ്പനിയാണ്. പിരമൽ ഫിനാൻസ് കമ്പനി 67% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് ഉണ്ടാക്കി. ഹാവൽസ് ഇന്ത്യ കമ്പനി ഇവരുടെ കേബിൾ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. 255 കോടി രൂപയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. അജ്മീറ റിയാലിറ്റി കമ്പനി സെയിൽസ് 35% വർധനവ് രേഖപ്പെടുത്തി. PNB ഗ്ലിറ്റ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 160 കോടി രൂപയിൽ നിന്ന് 80 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ഇനി നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് PCR 0.6 ആണ്. സ്പോട്ട് 24,100 ആണ്. 24,250, 200, 500 ഒക്കെ മേജർ റെസിസ്റ്റൻസ് സോണാണ്. സപ്പോർട്ടായിട്ട് നിലവിലിപ്പോൾ പറയാനായിട്ട് പറ്റുന്നത് 23,000 വളരെ അകലെയുള്ള സ്ട്രൈക്കുകൾ മാത്രമേ ഉള്ളൂ. കൂടാതെ 23,500 ഒരു ചെറിയൊരു സപ്പോർട്ട് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 24,000 സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ്. അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്ന് വരുന്ന റിലയൻസിൻ്റെ റിസൾട്ടും നാളെ വരുന്ന ബാങ്കിങ് കമ്പനീസിൻ്റെ റിസൾട്ടൊക്കെയാണ് അതിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. കാത്തിരുന്ന് കാണാം. താങ്ക് യു ഓൾ.